ഹലോ നമസ്കാരം. അപ്പം സഹോദരന് കല്യാണാലോചന നടത്തിയപ്പോൾ ലഭിച്ച ചിത്രം എന്ന് പറയുന്നത് സ്വന്തം സഹോദരിയുടെ ചിത്രം. സഹോദരിയാണെങ്കിലോ 2 കുട്ടികളുടെ അമ്മയാണ്. ഓക്കെ, അപ്പം സംഗതി നടന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. മാരേജ് ബ്യൂറോ തട്ടിപ്പാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സംഗതി എന്താ വെച്ചാൽ പത്തനംതിട്ട സ്വദേശിയായ രേഖ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ചിത്രം ഇത്തരത്തിൽ മാരേജ് ബ്യൂറോക്കാർ പ്രചരിപ്പിക്കുകയാണ്. സംഗതി എങ്ങനെയാ വെച്ചാൽ അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് രേഖ അറിയാണ് ഇത്തരത്തിൽ തൻ്റെ ചിത്രം മാരേജ് ബ്യൂറോ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന്. അതായത് ഇവരെന്ത് ചോദിച്ചാൽ ഈ മാരേജ് ബ്യൂറോക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിൽ മാട്രിമോണി സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ വിസിറ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ കല്യാണാലോചന ആഗ്രഹിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ തരപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഫേസ്ബുക്കിൽ പോയിട്ട് കാണാൻ കൊള്ളാവുന്നൊക്കെ ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ പ്രൊഫൈൽ തൻ്റേതായുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. പേര് എഴുതും, ജോലി എഴുതും, കുടുംബക്കാരൊക്കെ അവർ ഡിസൈൻ ചെയ്ത് അവർ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവർ പണം തട്ടിപ്പ് നടത്തും. അതായത് രജിസ്ട്രേഷൻ ഫീസ് ഇത്രയാണ്, ഇത്ര ചെയ്താലായിരിക്കും നിങ്ങൾ ഇവരുമായിട്ട് കണക്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, വിശ്വസിപ്പിക്കും. അപ്പം എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഇവർ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇവർ ആ ഒരു പൈസ കിട്ടിയ പാടെ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് പിന്മാറും. ഓക്കെ, അപ്പം ഇതാണ് തട്ടിപ്പ്. ഓക്കെ, അപ്പൊ ഇത് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഈ പത്തനംതിട്ട സ്വദേശിയായ രേഖ. എങ്ങനെയാന്ന് വെച്ചാൽ സംഗതി എങ്ങനെയാ വെച്ചാൽ ഇത്തരത്തിൽ ഫ്രണ്ട്സ് പറഞ്ഞറിയാണ് തൻ്റെ ഫേസ്ബുക്കിലെ ചിത്രം ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പൊ രേഖ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു സംഘത്തെ പിന്തുടർന്നു. ഓക്കെ, അപ്പം ആദ്യം പിന്തുടർന്നു. എങ്ങനെയെന്ന് വെച്ചാൽ തൻ്റെ സഹോദരന് ഒരു മാരേജ് പ്രപ്പോസലായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ അടുത്തേക്ക് രേഖ പോവാണ്. അവരുടെ നമ്പർ തേടി പിടിച്ചിട്ട് ഇവർ എന്ത് ചെയ്തു, എൻ്റെ സഹോദരന് ഇത്തരത്തിൽ കല്യാണാലോചന ആലോചിക്കുന്നുണ്ട്, അപ്പം ഇത്തരത്തിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കിട്ടിയത് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ രേഖയ്ക്ക് ഇവരെന്ത് ചെയ്തു, സഹോദരൻ്റെ വിവാഹാലോചനയ്ക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പം 3 പെൺകുട്ടികളുടെ ചിത്രം അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വന്ന ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് ആദ്യം വന്ന ഫോട്ടോ ലോഡ് ചെയ്തപ്പോൾ തന്നെ രേഖ ഞെട്ടിപ്പോയി. വേറെ ആരുടെ ഫോട്ടോ അല്ല, രേഖയുടെ തന്നെ ഫോട്ടോ ആണ് ഇവന്മാരെ അയച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവരോട് രേഖ എന്ത് ചെയ്തു, സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം അവരുടെ ഡീറ്റെയിൽസ് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം അവരോട് സംസാരിക്കാൻ തുടങ്ങി. വാട്സപ്പിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടോക്കാം. ഞാൻ താമസിക്കുന്നത് തിരുവല്ലയിലാണല്ലേ? ഓക്കെ, ഈ ഫസ്റ്റ് കുഴപ്പമില്ല. ഓ, ആയിക്കോട്ടെ. ഇവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഈ പെൺകുട്ടിയുടെ 2 പെൺപിള്ളേർ ഇളയ കൊച്ചാണല്ലേ? മൂത്തതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാ? ഇതിപ്പോ അച്ഛനും അമ്മയൊക്കെ ഉള്ള കുട്ടിയാണോ? ഞാൻ ആദ്യം 1500 രൂപ ഗൂഗിൾ പേ വരും. കണ്ടു ഗൈസ്, അപ്പോൾ ഇത്തരത്തിൽ ഇവര് തട്ടിപ്പ് നടത്തുകയാണ്. അപ്പൊ രേഖയുടെ ചിത്രം അയച്ചു കൊടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് അപ്പൊ രേഖ തന്നെ ഞെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ഇത്തരത്തിൽ അവരോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു കുട്ടി മതി, അതായത് തന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരു കുട്ടി തന്നെ മതി പ്രപ്പോസലിൽ ചോദിച്ചു. അവരെ പറ്റി ചോദിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നു. ഇളയ കൊച്ചാണ്, മൂത്ത കൊച്ച് കല്യാണം കഴിച്ചു പോയി. ഓക്കെ, അപ്പം എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്നത്. പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വെക്കുമ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ ഇനി ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല, ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഫീസ് ഇത്ര അടച്ചാൽ മാത്രമാണ് 1500 രൂപ അങ്ങനെ എന്തോ പറഞ്ഞു. 1500 രൂപ അടച്ചാൽ മാത്രമാണ് ഇനി ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ തട്ടിപ്പ് എങ്ങനെയാ വെച്ചാൽ ഈ 1500 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം രേഖ എന്ത് ചെയ്തു, ഇത്തരത്തിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസുകാർ വന്നിട്ട് ഇവന്മാരെ പൊക്കുന്നുണ്ട്, ഈ ഒരു സംഘത്തെ പൊക്കുന്നുണ്ട്. ഓക്കെ, അവിടെ അവരുടെ സ്ഥലത്ത് ചെന്നിട്ട് നല്ല അലച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, നല്ല കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതും കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. ഹലോ, നിങ്ങൾ ഇന്നലെ ഇട്ട ഫോട്ടോ ആരുടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ രേഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടില്ലായിരുന്നു? റാന്നി വടശ്ശേരിക്കരയുള്ള അത് ആരാന്നറിയാമോടാ നിനക്ക്? എവിടെ നിന്നാടാ ഫോട്ടോ കിട്ടിയേ? ഞാൻ ആ ഫോട്ടോയുടെ ഉടമസ്ഥയാണ്. എനിക്ക് കല്യാണം ആലോചിക്കണ്ട, കാരണം എനിക്ക് 2 പിള്ളേർ ഓൾറെഡി ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. എടാ നീ ഒരുമാതിരി പന്നത്തരം കാണിച്ചോണ്ടിരിക്കരുത്. നീ പിന്നെ ഞാൻ വല്ല തെറി
അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പെട്ടികള് അവിടെ അവരുടെ സ്ഥലത്ത് പോയിട്ട് അവർക്ക് നല്ല കൊടുത്തു. ഓക്കെ, അപ്പം പോലീസിന് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവരെ ആ ഒരു സംഘത്തെ അറസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നിങ്ങളും എന്ത് ചെയ്യുക, ഇത്തരത്തിൽ മുന്നോട്ട് വരിക. അതായത് ഇപ്പം നിങ്ങൾ വേറൊരാളാണ് ഈ സ്ഥാനത്ത് വെച്ചാൽ എന്താ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിറകിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇവർ ഇത്തരത്തിൽ മുന്നിട്ട് വന്നു. ആ ഒരു ആളെ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവരെ കണ്ടുപിടിച്ച് ആ തട്ടിപ്പ് സംഘത്തെ കണ്ടുപിടിച്ചിട്ട് ശിക്ഷിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇത്തരത്തിൽ അവർ തന്നെ നേരിട്ട് ആ ഒരു സംഘത്തിന്റെ അടുത്ത് പോയിട്ട് ഇത്തരത്തിൽ നല്ല മറുപടി, അതായത് ആ ഒരു ടീമിന് നല്ല മറുപടി തന്നെ കൊടുത്തു. ഓക്കെ, അപ്പം 2 കൊച്ചുങ്ങളുടെ അമ്മയായിട്ടുള്ള അവരുടെ ഫോട്ടോ ആണ് ഇത്തരത്തിൽ മാരേജ് തട്ടിപ്പിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഇടുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം എടുക്കുക, അത് നമുക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തരത്തിലൊക്കെ പ്രതികരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇമേജസും കാര്യങ്ങളൊന്നും ഇങ്ങനെ പോകുന്നില്ല എന്ന് ഉറപ്പൊക്കെ വരുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനല്ലോ. അപ്പം ധൈര്യപൂർവ്വം ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം ഇത്തരം തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവട്ടെ. അപ്പം മാരേജ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തട്ടിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ക്രൈമാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.